വീട്ടിലൊക്കെ പൂച്ച ഉണ്ടാവും. പൂച്ചക്ക് ഹറാം ഹലാലൊന്നുമില്ല. അത്താഴത്തിന് പൊരിച്ച മീന് പൂച്ച ചിലപ്പോൾ അതുപോലെ എടുത്തിരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ദേഷ്യപ്പെടും. കണ്ടാറടക്കാൻ ഈ പൂച്ച പറയാൻ പാടില്ല. കാരണം പൂച്ചക്കൊക്കെ അനുവദനീയാണ്. നമുക്കല്ലേ അനുവദനീയം അല്ലാത്തതൊക്കെ നമുക്കാണ്. പൂച്ചക്കൊന്നും യാതൊരു കയറ്റടവുമില്ല. അപ്പൊ പൂച്ച അതെടുത്ത് തിന്നാൽ സഹിച്ചൂടാ. വേറെ അല്ലെങ്കിൽ പൂച്ചക്ക് കിട്ടാത്തോട്ട് വെക്കണം. മാത്രമല്ല പൂച്ച എടുത്ത് തിന്നാൻ എന്താണെന്നറിയാം, അതും വളരെ കുഴപ്പം തന്നെയാണ്. കാരണം പൂച്ചക്ക് മര്യാദയ്ക്ക് തിന്നാൻ കൊടുക്കില്ല. പൂച്ചക്ക് മര്യാദയ്ക്ക് തിന്നാൻ കൊടുക്കാത്തതുകൊണ്ടാണ് പൂച്ച അതെടുത്ത് തിന്നുന്നത്. ചില ആൾക്കാരുണ്ട് തിന്ന മുള്ള വരെ പൂച്ച കൊടുക്കില്ല. അങ്ങനത്തെ മനുഷ്യന്മാരില്ല നമ്മുടെ ഇടയിൽ. അപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ പറഞ്ഞാൽ നിർത്തുകയാണ്. ഒരു മനുഷ്യൻ പക്ഷിത്തലയെ കുറിച്ച് വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതിർത്തു എന്നത് പറഞ്ഞു അതിനെ കൊണ്ടുപോയി ഒരു പക്ഷി കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് കിട്ടിയെടുത്ത് കൊണ്ടുവെക്കുക. അമ്മയെയും കുഞ്ഞിയെയും തമ്മിൽ അകറ്റാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. ചില ആളുകളുണ്ട്, തത്തയെ പോറ്റുന്ന ആളുകളുണ്ട്. നല്ലവണ്ണം കരുതണം. തത്ത സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, ആസ്വദിക്കുന്നത്, ആഗ്രഹിക്കുന്ന ജീവിയാണ്. അതിനതിന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കണം. അത് ഭാഷ പറയുമെന്ന് കരുതി കൂട്ടിലടച്ച് അതിനെ പോറ്റിക്കൂടാ. ആ തത്തയോട് ചെയ്യുന്ന ഏറ്റവും വലിയ റഹ്മത്തില്ലായ്മയാണത്. ചില വീടുകളിലൊക്കെ കാണുന്നതാണ്. അതേപോലെ തന്നെ സമയത്ത് പോറ്റാൻ അനുവദനീയമായ ചില ജീവികളുമുണ്ട്. അതിന് സ്വാതന്ത്ര്യം കൊടുത്ത് ഇഷ്ടമുള്ളിടത്ത് പറന്നു വരും, പറന്നു പോകും. പിന്നെയോ വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനത്തെ ജീവികളെ പോറ്റുന്നതിന് പ്രശ്നമില്ല. അതേ സമയത്ത് ചില പ്രശ്നമുള്ള ജീവികളും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെയും കണ്ടറിയണം. തത്തയെ പോറ്റുന്ന ആളുകൾക്ക് ചിന്തിക്കുക, ചെറിയൊരു ഇടുങ്ങിയ കൂടിൽ ആ തത്തയെ പോറ്റുമ്പോൾ നമ്മൾ അതുപോലെ ഒരു വീട്ടിന്റെ കൂട്ടിനുള്ളിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സ്കൂളിൽ ഞാൻ ഓർത്തുപോകുന്ന ഒരു കവിത, നിന്നോട് കുഞ്ഞേ ഞാൻ വേണ്ടില്ല, നീ ഒട്ടും കതിർ കൊത്തിയില്ല, പച്ചച്ചില്ലുകൾ തോറും പാറി പാറി പറവകൾ പാടുമ്പോൾ, കുളിരൊഴുകുന്ന കിഴക്കൻ കാറ്റിൽ കുത്തിമറിഞ്ഞ് കളിക്കുമ്പോൾ, കൂട്ടിരുത്തി സൽക്കാരം ഇത് കുഞ്ഞേ വലിയൊരു ധിക്കാരം, കുഞ്ഞേ തുറന്നുകൊണ്ടാ കൂട് തുറന്നു തരൂ, കുഞ്ഞേ കൂട് തുറന്നു തരൂ. തത്ത പരിതപിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പരസ്പരം തള്ളയെയും കുഞ്ഞിയെയും പരസ്പരം അകറ്റിക്കൂടാ. കാരുണ്യം പഠിപ്പിക്കാനാ മതങ്ങൾ വന്നത്. നമുക്കറിയാം, ആധ്യാത്മിക രാമായണത്തിന്റെ ഫസ്റ്റ് പേജ് മറിച്ചു നോക്കിയാൽ ഒരു ഫോട്ടോ കാണാം. അതിൽ വലിയൊരു ചരിത്ര സത്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ ഐതിഹ്യം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? മനു മഹർഷി തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്ന് രണ്ട് പക്ഷികൾ പരസ്പരം കൂക്കുരുമുകയാണ്, സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അതിൽ നിന്നൊരു പക്ഷി പെട്ടെന്ന് ഒരു വേടന്റെ അമ്പ് വന്ന് അത് ശരീരത്തിലേക്ക് നിലത്തേക്ക് വീണപ്പോ മനു മഹർഷി ഓടിച്ചെന്നു. സുബ്ഹാനല്ലാഹ്, അതാരോ അമ്പ് ചെയ്തു വച്ചതാണ്. മനു മഹർഷി ചുറ്റുപാട് നോക്കുമ്പോ വേടനെ കാണുന്നു. വേടനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മാം നിഷാദ, അരുത് കാട്ടാള, ഇത് ചെയ്തേക്കരുത്. ഇതാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിക്കുന്നത് പരസ്പരം അകറ്റിക്കൂടാ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാം, ഇതും കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. അന്ന യഅഖൂബ് നബി റആ മലക്കുൽ മൗതി, മലക്കുൽ മൗതിനെ കണ്ടപ്പോ അത് സാറഹു, മലക്കുൽ മൗതി യഅഖൂബിനെ സന്ദർശിക്കാൻ വന്നതാണ്. അസ്സലാമു അലൈക ഫഖാലഹു അസ്സലാമു അലൈക അയ്യുഹൽ ഖദീം. യാക്കൂബ് നബി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? യൂസുഫ് നഷ്ടപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു പോയപ്പോ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാക്കൂബ് നബിയുടെ സമീപത്ത് അസ്രായീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയാണ്, അയ്യുഹൽ ഖദീം അസ്സലാമു അലൈക, ദുഃഖിച്ചിരിക്കുന്നവരെ നിങ്ങൾ
നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഇത് കേട്ടപ്പോ ശരീരം ഇങ്ങനെ എടുത്തു പിടിക്കാൻ തുടങ്ങി. യാക്കൂബ് നബിന്റെ സലാം അടക്കിയ യാക്കൂബ് നബി പിന്നെ യാക്കൂബ് നബി ചോദിക്കുക, ആരാണ് നിങ്ങൾക്ക് എന്റെ വീടിന്റെ കവാടം തുറന്നു തന്നത്? ഞാൻ എന്റെ വീട് കവാടം അടച്ചിട്ടുള്ളിരിക്കുകയല്ലേ. കാരണം ഞാൻ വലിയ വിഷമത്തിലാണ്. എന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി. ഈ മകൻ നഷ്ടപ്പെട്ടു പോയ വിഷമം ഇത് സഹിക്കാൻ കഴിയാതെ വീടിന്റെ ഉള്ളിൽ അടച്ചിരിക്കുന്ന എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് വരാൻ നിങ്ങൾക്ക് ഡോർ തുറന്നു തന്നതാരാണ്? ഞാൻ എന്റെ വിഷമവും പരിഭവവും ഞാൻ എന്റെ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സത്യങ്ങൾ എന്റെ ശരീരത്ത് വരേണ്ടതില്ല എന്ന് ചിന്തിച്ച് റൂമടച്ചിരിക്കുമ്പോ നിങ്ങളെ കടത്തി വിട്ടതാരാണ്? അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞ നബി അല്ലാഹ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? അനല്ലദീ ഐതഉൽ ഔലാദ്, ഞാൻ ധാരാളം ഞാൻ മക്കളെ യതീമാക്കുന്നവനാണ്. വഅർമിലുൽ അസ്വാജ, വിധവകളെ സൃഷ്ടിക്കുന്നവനാണ്. ഭാര്യമാർക്ക് ഭർത്താവില്ലാതെയാക്കുന്നവൻ, മക്കൾക്ക് ബാപ്പയെ നഷ്ടപ്പെടുത്തുന്നവൻ അവനാണ് ഞാൻ എന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം യാക്കൂബ് നബിയോട് പറഞ്ഞപ്പോ യാക്കൂബ് നബിക്ക് കൊടുത്ത് കിട്ടി. യാക്കൂബ് നബി അറിയാണ്, പാൻത മലക്കുൽ മൗത്തി, നീ മലക്കുൽ മൗത്താണല്ലേ? ഇദൻ മലക്കുൽ മൗത്ത് പറഞ്ഞു, അതെ ഞാൻ മലക്കുൽ മൗത്ത് തന്നെയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മലക്കുൽ മൗത്തി അൻശദുകല്ലാഹു അൽ തഖബദു റൂഹ അൻ തഅകുൽ സിബാൽ? قال نعم. قال فأخبرني عن الأرواح تقبضها مجموعة أو متفرقة. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി മലക്കുൽ മൗത്തിനോട് ചോദിക്കുകയാണ്, മലക്കുൽ മൗത്തേ, നിങ്ങൾ ഏതായാലും വന്നതല്ല, എനിക്ക് ചില സംശയങ്ങളുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഓരോ ജീവിതത്തെ, ചില ജീവികൾ കൂട്ടമായി പിടിക്കുന്നുണ്ട്, ചില ജീവികൾ ഒറ്റയൊറ്റയായി പിടിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ കുട്ടൻസ്? മലക്കുൽ മൗത്ത് വരെയാണ് ഞാൻ ചില ആളുകൾ ആത്മാവിനെ പിടിക്കുന്നു, ഒറ്റയായി ഒറ്റയായി പിടിക്കുകയാണ്. قال وهل مر بك روح يوسف في الأرواح. യാക്കൂബ് നബി കൃത്യ ചാൻസ് ഉപയോഗപ്പെടുത്തി. യാക്കൂബിനെ ചോദിക്കാൻ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, എന്റെ യൂസുഫിനെ കാണാനില്ല, എന്റെ യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്നാ പറയുന്നത്. എന്നെങ്കിലും എന്റെ യൂസുഫിന്റെ ആത്മാവ് നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? മലക്കുൽ മൗത്ത് പറഞ്ഞു, ഖാല യൂസുഫിന്റെ ആത്മാവ് ഞാൻ പിടിച്ചിട്ടില്ല. ഖാല അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഫജഅൽതനി, ബഹുമാനപ്പെട്ട യാക്കൂബിനെ ചോദിക്കുകയാണ്, ഫജഅൽതനി സാഹിറൻ ഔ ദാഇയ, എന്റെ അടുക്കൽ സന്ദർശകനായി വന്നതാണോ? ഖാല യാ നബിയല്ലാഹ് മാ ജിഇതുക ഇല്ലാ മുസല്ലമൻ വല്ലാഹു തആല ലാ യുരീതുക ഹത്താ യജ്മഅ ബൈനക വ ബൈന യൂസുഫ. ഓ നബിയെ, നിങ്ങളുടെ അടുത്ത് നല്ലൊരു ശുഭവാർത്ത ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ യൂസുഫിനെ കണ്ടുമുട്ടാതെ നിങ്ങൾ മരിച്ചു പോകൂല. നിങ്ങളെയും യൂസുഫിന്റെയും ഇടയിൽ അല്ലാഹു ഒരുമിപ്പിക്കും, എന്നിട്ടേ നിങ്ങളെ മരണം സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ പറയാണ്, വമാ വഇൻ ശിഅത അഅലമതുക ലമാ ലമബ്തലീത ബിഫഖദി വലദിക. നിങ്ങൾക്ക് സമ്മതാണ് ഞാൻ ഒരു ചുരുളയിക്കാം ഇവിടെ, നിങ്ങൾക്ക് സമ്മതമാണ് ഞാൻ ചെറിയൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളെ പരീക്ഷിച്ചു, നിങ്ങളെ മകനെ ഒഴിവാക്കിയിട്ട്
നിങ്ങളെ മകനെ പോക്കിയിട്ട് അള്ള നിങ്ങളെ പരീക്ഷിച്ചു. അതെന്തേ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട യാക്കൂബ് പറഞ്ഞു ഫഅല്ലിംനി, അതുകൊണ്ട് എനിക്കൊന്ന് അറിയിച്ചു തരണം. എന്താണ് എൻ്റെ അടുക്കൽ പറ്റിയ തെറ്റ്? എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാൻ മാത്രം ഞാൻ ചെയ്തു പോയ തെറ്റെന്താണെന്ന് എന്നോടൊന്ന് പറയണം. ബഹുമാനപ്പെട്ട യാക്കൂബിനെ അറിയാണ്. യാ ഇസ്രാഈൽ ഹൽ തദ്കുറുൽ ജാരിയത്തല്ലതി ലദി ഇശ്തറൈതഹാ ആം കദാ ഫീ ശഹരി കദാ വഫറഖ്തു ബൈനഹാ വബൈന അബവൈഹാ. ഓ യാക്കൂബേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്കൊരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. ആ അടിമപ്പെണ്ണിന് കുട്ടിയില്ലായിരുന്നു. ആ കുട്ടി നല്ല ചെറിയ പ്രായം, ഓടിച്ചാടി കളിക്കുന്ന നല്ല ഉമ്മയെ വിട്ടുപിരിയാത്തൊരു കാലം. ആ മകനാവും ആ കുട്ടിക്കും ഉമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടിയെ വിറ്റേച്ചത് ഓർമ്മയുണ്ടോ? യാക്കൂബേ, നിങ്ങൾ അടിമ ആ ഉമ്മയെ വിഷമിപ്പിച്ച് നിങ്ങളെ കുട്ടിയെ നിങ്ങൾ വിറ്റത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മലക്കുൽ മൗത്ത് കാന ബിൽ അംശി, എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഇന്നലെ കഴിഞ്ഞു പോയതേ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. മലക്കുൽ മൗത്ത് പറഞ്ഞു, അതനുഭവിച്ചോളൂ. ആ ഉമ്മ അനുഭവിച്ച കഷ്ടപ്പാട്, ആ ഉമ്മ സ്വന്തം മകൻ നഷ്ടപ്പെട്ടപ്പോ ഉമ്മ വേദനിച്ച വേദന, അത് നിങ്ങളും അനുഭവിക്കണം. അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെ മകനെ നിങ്ങളിൽ നിന്ന് അകറ്റി നിങ്ങളെ പരീക്ഷിച്ചതാണെന്ന് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ? സഹജീവികളോട് റഹ്മത്ത് കാണിക്കണം, സകലരോടും റഹ്മത്ത് കാണിക്കണം. നല്ല റഹ്മത്തിന്റെ ഖൽബോടുകൂടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചോ. വിശുദ്ധ റമദാനിൽ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, റബ്ബേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണം അല്ലാഹ്, നിന്റെ റഹ്മത്ത് കൊണ്ട്